1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. എന്തായി കാണിക്കുന്നേ? നിന്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഇവിടെ പോലീസ് വന്നിട്ട് പോയല്ലോ. പോലീസോ? എന്താ എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? എന്താ പറ്റിയത്? എന്താ എവിടെ ലക്ഷ്മി നിങ്ങൾക്കറിയാം എന്താ എന്റെ മോൾക്ക് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. നിന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അതും നിന്റെ മരുമോനല്ലേ, അവനെ അറിയാമ. എടി അവനെ ചികിത്സിക്കാനായിട്ടല്ലേ അവൾ അവിടെ നിൽക്കുന്നേ. അത് കഴിഞ്ഞിട്ട് അവള് ഫൈനാൻസിലോട്ടാണല്ലോ പോന്നേ. അപ്പൊ ഒന്നുകിൽ അവിടെ അന്വേഷിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ കെട്ടിയോനോട് അന്വേഷിക്കണം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ കെട്ടിയോന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അവന് ഒരു ഭാര്യയുണ്ടല്ലോ, അവനോട് പോയി അന്വേഷിക്കണം. ഇവിടെ വന്ന് പോലീസുകാർ ക്രോസ് വിസ്താരം കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അതിനുശേഷം തുടങ്ങിയതാ വെക്കി ഭ്രാന്ത്. മോള് ഇന്ന് രാവിലെയൊക്കെ ഇവിടെ വന്നല്ലോ. രാവിലെ നല്ല ആഹാരം കഴിച്ചു സന്തോഷത്തോടെ. മോള് സന്തോഷിച്ചതേ ലക്ഷ്മിക്ക് എന്തോ സംഭവിച്ചു എന്നായി ഇവള് പറയുന്നേ. നീ എന്താടി ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞിനൊന്നും സന്തോഷിക്കാനും പാടില്ലേ? ഒരിക്കലും എന്തെങ്കിലും കാരണമില്ലാതെ നിങ്ങൾ ആരും സന്തോഷിക്കില്ല. ഇന്നലെ മുതൽ ഞാൻ ചിന്തിക്കുക, അമ്മയുടെയും മോന്റെയും മുഖത്ത് നല്ല സന്തോഷാണല്ലോന്ന്. അതുപോലെ തന്നെ ഇവളും. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ അത് കഴിക്കാൻ പോലും ഇവൾക്ക് മടിയായിരുന്നു. എന്നാൽ ഇന്ന് ആർത്തിയോടെ കഴിച്ചത്. അങ്ങനെ കഴിച്ചപ്പോ വലിയ തെറ്റായി പോയോ? എല്ലാം തെറ്റായി പോയി മോളെ. ഇവിടെ മോള് ആരുടെയോ പിന്നാലെ പോയി. അന്നൊരു ദിവസം അവൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നല്ലോ, അന്നും പോയല്ലോ. അന്ന് പക്ഷെ അവളെ കൊണ്ട് പോയിരുന്നവൻ അവളെ ഇങ്ങും മടക്കി അയച്ചു. ഇന്നായിരിക്കും ഒരു വീടൊക്കെ എടുത്ത് ശരിക്കും അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. അമ്മയാണെന്ന് കരുതി എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത്. ഇക്കണക്കിന് ഇവളുടെ മോളെ കാണാതായതിന് പിന്നിൽ നമ്മളാണെന്ന് ഇവള് പോലീസിനോട് പറയുമല്ലോ അമ്മേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞടാ. ഇവളുടെ മോളെ കാണാനില്ലെങ്കിൽ അത് അവളുടെ രണ്ടാനച്ഛനായ നിനക്കറിയാമെന്നും ഇവള് പോലീസുകാരോട് പറഞ്ഞു. അതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാടി വെറുതെ നിരപരാധിയായ എന്റെ ചുമലിൽ പടിതായിരുന്നേ? നിരപരാധിയോ? നിങ്ങളോ? നിങ്ങളുടെ കഥയൊക്കെ എനിക്കറിയാം. മണലും സ്പിരിറ്റും ഒക്കെ ലോറികളിൽ കടത്തിക്കൊണ്ട് പോകുമ്പോ ആദ്യമൊക്കെ നെഞ്ചത്ത് കൂടി നിങ്ങൾ ലോറി കയറ്റിയിട്ടുള്ളത് ഇടയ്ക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്പിരിറ്റും മണലും ഒക്കെ കടത്തിയെങ്കിലേ അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാ നീ സുഭിക്ഷമായിട്ട് ഇവിടെ കഴിഞ്ഞത്. നിന്റെ 2 മക്കളും അല്ലലില്ലാതെ വളർന്നത്. 2 മക്കളെന്ന് പറയണ്ട, ഞാനും എന്റെ ലക്ഷ്മി മോളും അതിന്റെ പങ്ക് പറ്റാൻ വന്നിട്ടില്ല. എന്റെ മോള് മനസ്സമാധാനത്തോടെ ജീവിച്ചത്, ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങിയത് കണ്ണനെ കല്യാണം കഴിച്ചതിന് ശേഷമാ. പിന്നീടുള്ള ഉയർച്ച നിങ്ങൾക്കാർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് മാത്രമല്ല, കണ്ണന്റെ അമ്മയ്ക്കും അമ്മാവനും അവരുടെ കുടുംബത്തിലുള്ള ആർക്കും അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. എടീ മോഹിനി, ഇപ്പൊ പോലീസുകാർ വന്നു, കമലേശ്വരത്ത് വന്നാ കേട്ടെ. അവരവരുടെ വഴിക്ക് അന്വേഷണം നടത്തുന്നില്ലേ? പ്രതികളെ അവര് പിടികൂടട്ടെ. അതിന് നീ എന്തിനാ നിരപരാധിയായി എന്റെ മേഘട്ട് കയറാൻ വരുന്നേ? നിങ്ങൾക്ക് 3 പേർക്കും എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാം. ആ സന്തോഷം ഉള്ളിൽ വെച്ചോണ്ടാ 3 ആള് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഞാനും എന്റെ മോളും അമ്പലത്തിലും പൂജാമുറിയിലും കയറി ഇറങ്ങുന്നത്
എല്ലാവർക്കും നന്മയുണ്ടാവണേന്ന് പ്രാർത്ഥിക്കാന്. ആ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. ഇനി നിങ്ങൾ എല്ലാവരും കൂടി കണ്ണിന് ലക്ഷ്മിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലീസും കോടതിയൊന്നും അല്ല നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത്. എന്റെ ലക്ഷ്മി മോള് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ദൈവങ്ങള് തന്നെയാ.